ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മളിവിടെ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഡേൻ്റെ ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നമുക്ക് സമയമില്ല കേട്ടോ. നമ്മളൊരു സ്ഥലം വരെ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം തന്നെ പറയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ സിസ്റ്ററിലോൻ്റെ ഹസ്ബൻഡ് മലേഷ്യക്ക് പോകുന്നു കേട്ടോ. 6 മണിക്ക് ഇറങ്ങും. സമയം 5:30 ഞങ്ങൾ ആരും റെഡി ആയിട്ടില്ല. സിസ്റ്ററിലോ മൈ നാത്തുവൻ. അപ്പോൾ ആൾ ഭയങ്കര സാഡായിട്ട് ഇരിക്കുകയായിരിക്കും. കണ്ടിട്ടില്ല കുറേ നേരമായിട്ട്. വൈകുന്നേരം ഉച്ചയ്ക്ക് പോയതാണ്. നമ്മൾ സമയമില്ല. അപ്പം നമ്മൾ ഒന്ന് ബാക്കി പിന്നെ ചെയ്യാം കേട്ടോ. പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നു ഗൈസ്. കറി അടുപ്പിലും കറി ആയിട്ടുമില്ല. ഓക്കെ, നമ്മൾ പോകുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ താത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്. ഇപ്പോൾ ഗായ്സ്, ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഇറങ്ങി താത്താൻ്റെ വീട് എത്താറായിട്ട് ഇതാണ് താത്താൻ്റെ വീട്, അളിയൻ്റെ വീട്. വീടിൻ്റെ തൊട്ട ഫ്രണ്ടിൽ തന്നെയാണ്. നമ്മുടെ കാർ ഓട്ടിക്കൊണ്ടിരിക്കുന്നത് ഫാദറിലോയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ ദൂരം എത്തിയിട്ടോ. ഇപ്പം എവിടേക്കൊക്കെ എത്തി എനിക്കറിയില്ല സ്ഥലം. തുടങ്ങി ഹായ് പറയൂ, ബായ് പറ, ഒരു സ്ഥലം കൂടി പറയും. ആ സങ്കടമൊക്കെ ഞാൻ ഇപ്പോൾ കളഞ്ഞു തരാം. ഞങ്ങൾ താറ്റപ്പം മേഞ്ഞ് മെല്ലെ വായോ. ഓ എയർപോർട്ട് കിട്ടിയാ? ഒന്നുകൂടി കടിച്ചോ? പോരാ, കുറച്ച് ഉപ്പും മുളകൊക്കെ പാർട്ടിട്ട് കടിക്കണമെന്ന്. ഗായ്സ്, അപ്പോൾ അതാ ഇരുന്നിരുന്ന് എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ അതാണ് പറയണത്. പിന്നെ നമുക്ക് വിശക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് വലിയ തീറ്റപ്പണ്ടാരമാണോ എന്നൊക്കെ എല്ലാവരും വിചാരിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നല്ല വിശക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. അപ്പം നമ്മുടെ തുരങ്കം എത്തിയിട്ടോ. തുരങ്കോ ചുരങ്കോ എന്താ പറയുക, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുതിരാനൊക്കെ ഉണ്ട് ഞങ്ങൾ പറയാം. അപ്പോൾ എന്താ, ഞങ്ങൾ കാർ ഒരു സൈഡാക്കിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ആക്കിയിട്ടാണ് കൊണ്ടുവന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ആരും കഴിച്ചില്ല, ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ അളിയനും വാപ്പ മാത്രമേ കഴിക്കണുള്ളൂ. ഞാനും അപ്പോഴും സാഡായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. ഉമ്മ എല്ലാവരും കഴിക്കാൻ പറഞ്ഞിട്ടോ, ഞാൻ കഴിച്ചില്ല. ഇത് ഡിമാൻഡൊക്കെ കാട്ടിയിട്ട് എന്തിനാ വെറുതെ ഇപ്പോഴൊന്നും വേണ്ട, ഞാൻ മെല്ലെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല. അപ്പോൾ അതാ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് നമ്മുടെ എയർപോർട്ട് എത്തി. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഇവിടുന്ന് ബാക്കി സാഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ അളിയന് വാപ്പാക്ക് കാർ പാർക്ക് ചെയ്യേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാപ്പാക്കാണെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് അന്തം വിട്ട് നിൽക്കണ, എങ്ങോട്ടാണെന്നൊന്നും പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ വാപ്പ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ അതാ അവസാന നിമിഷങ്ങളാണ് അളിയനും ബായി. അപ്പോൾ ഗായ്സ്, അളിയൻ പോകാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ യാത്ര പറയുന്ന ഐസുട്ടൻ്റെ അടുത്തും താത്താൻ്റെ അടുത്തൊക്കെ. കുട്ടിൻ്റെ ഉപ്പ പോയി.
ഗൈസ് അപ്പോൾ അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ ബാക്കിലൊന്ന് ശ്രദ്ധിക്കൂട്ടോ, അതാണ് എൻ്റെ ഫാദറിലോ. ആളുടെ മുഖമൊന്നും എനിക്കിതിൽ കാണിക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് ചെറുതായിട്ട് ഇത്തിരിയൊക്കെ പേടിയുണ്ട് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് നമ്മൾ മുഖം കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മളിതാ ടോയ്ലറ്റിലേക്ക് പോകണം കേട്ടോ. കുറേ നേരം വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് പ്രാന്തായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മൾ ഇനി കാറിൽ കയറാൻ വേണ്ടി പോകുന്നു. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകണം. നല്ല വിഷമമുണ്ട്. അതിനൊക്കെ വണ്ടിയിൽ നിന്ന് കഴിച്ചു, നമ്മൾ മറ്റും കഴിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഫാദറിലോ വണ്ടിനെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് തുറന്നില്ല. അവിടെ ഇരിക്കാനാ? അവിടെ ഇരുത്തില്ല നിന്നെ ഞങ്ങൾ. ഇതെന്താണിത്? ഇതെന്താണിത് ഗൈസ്? അപ്പോൾ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ഞാൻ ഓരോ വ്ളോഗായിട്ട് ഇനിയും വരും. നിങ്ങളെ ഇനിയും ഞാൻ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളതൊന്ന് സഹിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.